പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ ആയിരുന്നു. താനെന്താ രണ്ട് പെണ്ണുമ്പോൾ നോക്കി കരുതാൻ പാടുന്നത്? മനസ്സിൽ കൂടെ തോരമായിട്ട് കിടക്കണ്ടേ? തമസോമാ ജ്യോതിർഗമയ അസതോമാ സൽഗമയ മൃത്യോമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി. എന്താ നല്ല വലവേദനയുണ്ടോ? എന്നതാ ഇവിടുത്തെ ഒരല്പം കടിച്ചാട്ടെ, ഒരവൾസം കടിച്ചാട്ടെ. രാഷ്ട്രീയം എവിടെ നിന്ന് കിട്ടി? ഞാൻ ചെല്ലുന്നിടത്ത് എന്റെ രാഷ്ട്രീയം എന്റെ കൂടെ വരും. പക്ഷേ എപ്പോഴും ഇവിടെ തന്നെ ഞാൻ എപ്പോഴും ഇവിടെ കാണും. ആവശ്യമുള്ളപ്പോ ചോദിച്ചാൽ മതി. എന്റെ കയ്യിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ലല്ലോ. കുറച്ചു മുൻപ് വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. സിസ്റ്റർ മോർഫിയ കൊടുത്ത ശേഷം ഒന്ന് മയങ്ങി. ഇരിക്കൂ ഡോക്ടർ. വേണ്ടേ? നല്ല കാപ്പി. താങ്ക്സ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് ടെലിഫോൺ ചെയ്യാൻ ആലിയോട് പറഞ്ഞാൽ. എന്ത് കാപ്പിയാ പോകുന്ന ഇത്? പതിവായിട്ടുള്ളത് തന്നെ. ഒരു രസവും തോന്നുന്നു. ആ വാർഡിൽ പോകുമ്പോ ശാന്തി കാപ്പി വെച്ചു. എന്ത് നല്ല കാപ്പിയാണെന്നറിയോ? ഇതേ കാപ്പിപ്പൊടി തന്നെ ഞാൻ വാങ്ങി കൊടുക്കുന്നത്. അതൊന്നും എനിക്കറിയില്ല. കൈപ്പുണ്യമായിരിക്കും. കായ്പുണ്യം താൻ സൂക്ഷിച്ചു ചേർക്കണം. ശ്രമിക്കാം. വേറെ കൂട്ടി നോക്കട്ടെ. വേണ്ട, കുറുപ്പദ്ദേഹത്തിന്റെ കയ്യിലഴിച്ചു. സ്റ്റിച്ചസൊക്കെ എടുത്തു. താമസിയാതെ പോവാം. വത്സേ നിൽക്കൂ. നിന്റെ ദുഃഖങ്ങൾ നാം മനസ്സിലാക്കും. നീ ചഞ്ചലപ്പെടാതിരിക്കും, നീ ദുഃഖിക്കാതിരിക്കും. നിന്റെ മനസ്സിൽ കുടികൊണ്ടിരിക്കുന്നത് ഒരു പുത്രദുഃഖമല്ലേ? ஆமா சாமி, உங்களுக்கு எப்படி தெரியும்? ஒரு குழந்தைக்கா நான் எவ்வளவு கஷ்டப்படுறேன் அந்த கடவுளுக்கு தான் தெரியும். നിനക്ക് നാം ഇഷ്ടസന്താനലബ്ധി മന്ത്രം ഉപദേശിക്കാം. അത് രാത്രിയുടെ 3-ാം യാമങ്ങളിൽ 1 മാസക്കാലം ഉരുവിട്ടാൽ നിനക്ക് അർജുനനെ പോലെയുള്ള ഒരു മകനെ ലഭിക്കും. கடவுளே, நீயாதான் இந்த சாமியாரை என்கிட்ட அமைச்சிருக்க. இன்னையோட என் கஷ்டம் எல்லாம் தீர்ந்தது. 2 കാലം തൊട്ട് നോക്കിയിരിക്കും. சாமி, அந்த மந்திரம் கொஞ்சம் சொல்லிக் கொடுக்குறீங்களா? വത്സേ, സന്താനലബ്ധി മന്ത്രം ഒരു മഹാമന്ത്രമാണ്. അമാവാസി ദിവസം എല്ലാവരുടെയും ദൃഷ്ടിവശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി രാത്രിയുടെ 3-ാം യാമത്തിലെ അത് ഉപദേശിക്കാവൂ. മാത്രവുമല്ല, അന്ന് ത്രിസന്ധ്യ മുതൽ മൗനവ്രതവും ആചരിക്ക വേണം. ഇങ്ങനെയാണോ രോഗം അന്വേഷിക്കുന്നത്? ഒന്ന് വന്നിട്ട് എത്ര ദിവസമായി? ഞാൻ പലപ്പോഴും വന്നിരുന്നു. കുഞ്ഞിനോട് ചോദിച്ചു നോക്കണം. അന്ന് എപ്പോഴും ഉറക്കമായിരുന്നല്ലോ. ഉറക്കമല്ല, മയക്കം. കുത്തി കുത്തി കയ്യിൽ ഇനി കുത്താൻ സ്ഥലമില്ല. ചില നേഴ്സുമാര് കുത്തിവെച്ച ഭയങ്കര തരിപ്പ. ഞാൻ സമ്മതിച്ചേ. അയ്യോ, അങ്ങ് ചിരിക്കാൻ പാടില്ല. കയ്യിൽ ഇളക്കിയതല്ലേ ഉള്ളൂ. അവിടെ അതങ്ങനെ ഒട്ടിയിരിക്കുക. അനങ്ങരുത്. 2 ദിവസത്തിനും പോകാമെന്ന് കേട്ടു. എല്ലാം ഡോക്ടർ ബാലകൃഷ്ണന്റെ സാമർഥ്യം. ഞങ്ങൾ പോയാലും ഗോവിന്ദൻ ചേട്ടൻ ഞങ്ങളെ മറക്കില്ലല്ലോ. എങ്ങനെ മറക്കും? എന്റെ മാർക്കറ്റ് പോയില്ലേ? അതെന്താ? ഇപ്പം കാപ്പിട്ട് കൊടുത്ത ഡോക്ടർ അദ്ദേഹത്തിന് പിടിക്കുന്നു. ഗോവിന്ദനാചാന്റെ കാപ്പിയല്ലേ? ഞാനും കുറെയൊക്കെ കുടിച്ചിട്ടുണ്ട്.
പാവം ഡോക്ടർ അദ്ദേഹം എങ്ങനെ സഹിക്കുന്നെന്ന് അറിയില്ല. താൻ പോണു ഉള്ള വീടിയും വലിച്ചു വലിച്ച് നാക്കിന് രുചിയും കളഞ്ഞ് നടക്കുന്നു. തനിക്കെന്തറിയാം? ഇവിടെ വന്ന് ശാന്തി കുഞ്ഞിന്റെ കാപ്പി കുടിച്ച് എന്റെ കാപ്പി കുടിക്കുമ്പോൾ രുചിയില്ലെന്നാ ഞാൻ പറഞ്ഞു വന്നു. അതെ, പെണ്ണുങ്ങളുടെ കൈകൊണ്ട് കൂട്ടുന്ന കാപ്പി അങ്ങനെ. ഇവിടെ താൻ 4 കാപ്പി ഒന്നിച്ച് കുടിക്കുന്നവനെ. ഓ, എന്റെ 4 ഭാര്യ പേരുണ്ടാകുന്ന കാപ്പി ഒരുപോലെയാണ്. അവിടെ പഴങ്ങഞ്ഞു വെള്ളം ആശാനെ. എന്ത് കുന്തോ ആയിക്കോട്ടെ, ഇതല്ല. ശാന്തി കുഞ്ഞിന്റെ കൈപ്പുണ്യമാണ്. അത് എല്ലാവർക്കും കിട്ടുകയൊന്നുമില്ല. എന്തിന്? എന്റെ മാർക്കറ്റും. അപ്പോ ഞാൻ വലിയ ദ്രോഹമാണല്ലേ ചെയ്തത്? സാരമില്ല, നാളെ ഞങ്ങൾ പോകുമല്ലോ. നാളെ തന്നെ പോകും. നാളെ രാവിലെ പോകും. ഗോവിന്ദൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ വരണം. ഡാക്ടറെയും കൂട്ടി കൊണ്ടുവരണം. പിന്നെ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരം ഒരിക്കലും മറക്കാനാവില്ല. എണീറ്റ് സംസാരിക്കുകയാണോ? വീട്ടിൽ പോയാലും വിശ്രമിക്കാമെന്ന് പറഞ്ഞ ആളെ അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. എല്ലാം എന്റെ ഡയലോഗായിരുന്നു. സഹിക്കാനാ വിഷമം. 4 ഭാര്യമാരെയും 18 മക്കളെയും സഹിക്കാം, എന്നെ സഹിക്കാൻ പറ്റുള്ളൂ. അങ്ങൊന്ന് കിടക്കാം, ഞാൻ ചെക്കപ്പ് ചെയ്യട്ടെ. വത്സരം വരൂ 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 വരൂ. കാന്തൻ നിദ്ര പ്രാപിച്ച ത്രിസന്ധ്യ മുതൽ മൗനവ്രതമല്ലേ? മന്ത്രത്തിന് മുമ്പ് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ട്. അതായത് ആദ്യമായി ഈ മായയെ അകറ്റണം. അതായത് അയഥാർത്ഥത്തെ വലിച്ചെറിയണം. മായ അതായത് വസ്ത്രങ്ങൾ അത് ഉപേക്ഷിക്കണം. യഥാർത്ഥം അതായത് ശരീരം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള അയഥാർത്ഥമായ കവചങ്ങൾ ഉപേക്ഷിക്കണം. അതായത് വസ്ത്രങ്ങൾ ഉപേക്ഷിക്കണം. ഈ രാജ്യത്തെ സംഘടിത തൊഴിലാളികൾക്കും അയ്യോ 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 ഞാൻ വേണമെങ്കിൽ മൗനവ്രതം എടാ വൻകുഹേ ഒന്ന് ഓടി പിടിയടാ. തമ്മിലൊക്കെ പിടിച്ചാ മതി. എന്നാ പിടിക്കണ്ട, എന്റെ ആദ്യം വരും. പോയിട്ടേ എനിക്ക് ഒരേ ഒരു കൊണ്ടാട്ടിലാ ഇരുന്നത്. നീ പോയിട്ടേ അത് വരൂ അത് വരൂ അത് വരൂ അത് വരൂ. ഉനക്ക് என்ன ആச்சு? ഒന്നും ആച്ചില്ല. ആ ഹിമാലയനില്ലേ, അവൻ വന്നിട്ട് അനിമലിനെ ഉപദ്രവിക്കാൻ തുണിഞ്ഞാൽ ഞങ്ങൾ രക്ഷിക്കാൻ മന്ദം ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടെത്തി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. മുതല കേരള സുത്തരി ഇങ്ങ ഒരു നിമിഷം കൂടാതെ പെട്ടി പഠിക്കാൻ அதாவது மண்ணா கட்டியது தானே தூக்கேடு தூக்கடா தூக்கடா மயில்ஸ் தானே அப்படியே இருக்கணும். മനസ്സിലെ വികാരങ്ങൾ പകർത്താൻ വാക്കുകൾക്ക് പൂർണ്ണ ശക്തിയില്ല ഡാക്ടർ. 5 വർഷമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന നരകവേദയിൽ നിന്നാണ് അങ്ങനെ രക്ഷിച്ചത്. വാക്കുകൾ കൊണ്ട് കൃതജ്ഞത പറഞ്ഞാൽ അത് നന്ദിയുണ്ടാവും. അതുകൊണ്ട് പറയുന്നില്ല. എന്നുമെന്നും ഞങ്ങൾ അങ്ങയോട് കടപ്പെട്ടിരിക്കും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ നിർവഹിച്ചു, അത്രയേ ഉള്ളൂ. അതിന് അങ്ങ് ഇത്രയൊക്കെ കടപ്പെടാൻ?
അനേകം ഡാക്ടർമാരെ കണ്ടിട്ടുള്ളവരാണ് ഞാൻ. ഏറെ പറയണ്ടല്ലോ, എന്റെ അനന്തരവന്റെ കത്തിലൂടെ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചു. വേണ്ട വരങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കിട്ടി. എന്റെ മുജ്ജന്മ പുണ്യമായി. വീട്ടിൽ പോയാലും ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. സമയത്തിന് ആഹാരം, മരുന്നുകൾ ഞാൻ എഴുതി തന്നൊക്കെ കയ്യിലുണ്ടല്ലോ. ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ചിട്ടകൾക്കൊന്നും യാതൊരു തെറ്റും വരുത്തരുത്. ഒരു 6 മാസത്തേക്ക് വളരെ സൂക്ഷിക്കണം. ശാന്തി വേണം അച്ഛനെ കൊണ്ട് ചിട്ടകളൊക്കെ പാലിപ്പിക്കാൻ. ഇനി എനിക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ അങ്ങയുടെ വീട്ടിലേക്ക് വരാമല്ലോ. അതെന്റെ അങ്ങനെ ചോദിക്കാൻ? എനിക്ക് കൂടെ കൂടെ കാണണമെന്ന് തോന്നിയേക്കും. ഒരു മകനുണ്ടായിരുന്നത് എന്നേക്കുമായി വിട്ടുപിരിക്കും. ഡാക്ടറെ കാണുമ്പോൾ എനിക്ക് അതിന്റെ ഓർമ്മ നിൽക്കും. അവൻ പണങ്ങി വന്നതുപോലെ. എന്നെ അങ്ങനെ തന്നെ കരുതിക്കൊള്ളു. എപ്പോ വേണമെങ്കിലും അങ്ങേക്ക് എന്റെ അടുത്ത് വരാം. എന്ത് സേവനവും ആവശ്യപ്പെടാം. എന്റെ ഭാഗ്യം. രാഹുകാലം തുടങ്ങാനായെന്ന് തോന്നുന്നു. ഉൾപ്പെടാമല്ലോ. എന്നാൽ ഉടനെ തന്നെ എഴുതാം. യാത്ര ചോദിക്കുമ്പോൾ പോയി വരട്ടെ. ശരി. ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കില്ല. എന്താ തോന്നുന്ന? അയ്യോ, എപ്പോ വരുന്ന വഴിയാ. ചേട്ടൻ വരുന്ന വിവരം അറിയിച്ചില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി അയക്കാമായിരുന്നു. നിന്റെ അനുവാദം വാങ്ങിച്ചോണ്ട് വേണ്ടേ ഞാനിങ്ങോട്ട് വരാൻ? എനിക്ക് കാറിൽ കയറി വരുന്നതിനേക്കാൾ 10 പേരുടെ മുഖവും കണ്ട് കമ്പോളം ഒക്കെ കണ്ട് വരുന്നത് അസുഖം. നടന്നില്ലെങ്കിൽ ഇപ്പൊ ശരീരത്തിൽ സുഖം പോരാ. പിന്നെ 3-4 മണിക്കൂർ ഒരേ വരുന്നതല്ലേ ട്രെയിനിൽ. ഇതാണല്ലോ ഇവിടുത്തെ പതിവ്. വലിയ ദേഹം വരുന്ന പേരോട്ട് അറിയിക്കുന്നില്ല. നമുക്കൊട്ട് വണ്ടി അയക്കാനും കഴിയും. പിന്നെ എന്തൊക്കെയാ തോന്നുന്ന? കല്യാണക്കാര്യം ഒന്നും ആയില്ല അല്ലേ? കല്യാണം ആർക്ക്? തോന്നുന്നു. എനിക്കോ ഈ ജന്മമില്ല. 3 ഭാര്യമാരെ ഇടയ്ക്കിടന്ന് അച്ഛൻ നക്ഷത്രക്കാരെടുന്നത് കണ്ടവനല്ലോ ഞാൻ. ഓരെങ്കിൽ നിങ്ങളുടെ യൂണിയനെ പൊട്ടും. യൂണിയൻ അഭിഭാഷക യൂണിയൻ. കല്യാണത്തിനെ പറ്റി ചിന്തിച്ച ഇദ്ദേഹം എന്നെ ഞങ്ങളുടെ യൂണിയനിൽ നിന്ന് പുറത്താക്കും. എന്റെ കഞ്ഞുകൂടിയും മുട്ടും. രണ്ടുപേരെങ്കിലും കുത്തിയിരുന്നവിടെ ഈ യൂണിയൻ ഒന്ന് പൊട്ടിയെങ്കിലും നന്നാവും. പോയി ചായ കൊണ്ടുവന്നു. അയ്യോ, ഞാൻ വിട്ടുപോയി. ചേട്ടത്തിക്കും കുഞ്ഞുങ്ങൾക്കും സുഖമാണല്ലോ. അസുഖമൊന്നുമില്ല. അവൾക്ക് അന്ന് നീ ഇവിടുത്തെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. ദൈവാധീനം. ഭാഗ്യമാണ്. ഭാഗ്യം മാത്രമാണോ? നിന്റെ ചികിത്സയുടെ കൂടെയാ. പക്ഷേ മറ്റുള്ളവരെ ചികിത്സിച്ച് ഭേദമാക്കുന്നത് മാത്രമല്ലല്ലോ ജീവിതം. നിനക്കൊരു എഴുത്തുണ്ട്. ആരുടെ കേട്ടാ? തുറന്നു വായിച്ച് നമുക്ക് മനസ്സിലാകില്ലേ ആരെയാണ്. എന്റെ തലയിലും പുറത്തും ഒക്കെ പൊടിയാ ട്രെയിനേലെ ഒന്ന് ഉച്ചിച്ചു വെച്ചു. എന്തോ? ഞാൻ ചായയുമായി കാത്തു നിൽക്കുകയായിരുന്നു. പാലോടി പോരാം. ചേട്ടൻ പോയി. നീ കഥ പറ്റി കത്ത് വായിച്ചു. എന്ത് നിശ്ചയിച്ചു? നീ ഇരിക്കും. ഞാനിവിടെ നിന്നോളാം. ഈ അധ്യായം ഞാൻ അടച്ചു വെച്ചിരുന്നതാണ്. വീണ്ടും അത് തുറക്കേണ്ടി വന്നു. കാരണക്കാരൻ നീയാണ്. ഞാൻ എന്ത് ചെയ്തെന്നാണ് ചേട്ടൻ പറയുന്നത്? നീ എന്ത് ചെയ്തെന്നു? അവരെ ഇവിടെ താമസിപ്പിച്ചു.
മറ്റു രോഗികളോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം വിശ്വകുറുപ്പിനോടും അവളോടും നീ കാണിച്ചു. എന്റെ ക്ലാസ്മേറ്റ് വേണ്ട, ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. ഇപ്പോൾ എനിക്കറിയേണ്ട എന്തെന്ന് വെച്ചാൽ നീ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ അല്ലയോ? ചേട്ടന് പറയുന്നിടത്തൊന്നും ഞാൻ ഏതൊക്കെ അപരാധം ചെയ്യുന്നു. എന്റെ ഒരു സുഹൃത്തിന്റെ നിനക്ക് രോഗികളെ കുറിച്ചും ലോകത്തെ കുറിച്ചും മാത്രമേ ചിന്തിക്കാൻ കഴിയും. രോഗമില്ലാത്തവരെയും അവരുടെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് സമയമില്ല, കഴിയും. അതിൽ ആദ്യം വേദനിക്കാൻ തുടങ്ങിയത് ഞാനാണ്. ഇപ്പോൾ ആ പെൺകുട്ടിയും അവളുടെ അച്ഛനും. ചേട്ടാ, അതേടാ, എന്റെ ദുഃഖം മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. നീ വലിയൊരു ഡോക്ടറായി എനിക്ക് സമ്പാദിച്ചു തരണമെന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എന്റെ അനുജൻ പഠിച്ചു മിടുക്കനായപ്പോൾ ഈ ചേട്ടൻ സന്തോഷം കൊണ്ട് മതിമറന്നു. പക്ഷെ ഒരു മനുഷ്യനായി നീ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ മനുഷ്യനല്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതെ, ചില കാര്യങ്ങൾ നീ നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു പെണ്ണ്, ഓമനിച്ച് ലാളിച്ചു വളർത്താൻ കുറെ കുഞ്ഞുങ്ങൾ, ഇതെല്ലാം കണ്ട് സന്തോഷിക്കാൻ ഞാൻ ഇപ്പൊ എനിക്ക് എന്ത് കുറവാണ് ചേട്ടാ? ഒന്നുമില്ലെന്ന് നിനക്ക് തോന്നും. ഉണ്ടെന്ന് എനിക്കറിയാം. ഭാവിയിൽ നിനക്കത് ബോധ്യമാകുകയും ചെയ്യും. ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണ് ചേട്ടാ. അത് തോന്നലാണ്. ആ തോന്നൽ മാറിക്കഴിയുമ്പോൾ തിരുത്താനുള്ള സമയവും കഴിഞ്ഞു. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. 1000 പ്രാവശ്യം പറഞ്ഞു ദുഃഖത്തോടെ മാറ്റിവെച്ച കാര്യമാണ്. പിന്നെ മിസ്റ്റർ കുറുപ്പ് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ വന്ന് എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് ഞാൻ കരുതി. ആ പെൺകുട്ടി നിന്നെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്നാണ് പറയുന്നത്. അത് നീ മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിലും കുറെയൊക്കെ കാരണക്കാരൻ നീയാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ടൊരു ശരി ചെയ്യാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നല്ല തറവാട്, ഐശ്വര്യമുള്ള പെൺകുട്ടി, സ്നേഹസമ്പന്നനായ ഒരു പിതാവ്, ധാരാളം പണം, ഇതുപോലെ ഒരു വിവാഹം നടന്നു കിട്ടിയാൽ എന്റെ ഭാഗ്യം, നിന്റെ ഭാഗ്യം, ആ കുടുംബത്തിന്റെയും ഭാഗ്യം. വേണ്ട, ആലോചിച്ച് മറുപടി പറയാം. നാളെ രാവിലെ വരെ ഞാൻ ഉണ്ടാവും. ഒന്നുകൂടി നല്ലപോലെ ആലോചിച്ച് നോക്കൂ. ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഇനി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് ആലോചിക്കുന്നു. പോയിക്കൊള്ളു. സാവകാശത്തോട് പറഞ്ഞാൽ മതി. എന്ത് തീരുമാനിച്ചു? ചേട്ടന്റെ ഇഷ്ടം. അന്നിവിടെ കാല് കുത്തിയപ്പോഴേ എനിക്ക് തോന്നി
ശ്രീ മഹാലക്ഷ്മി താമരപ്പൂവും പിടിച്ചു വരുവാണ്. പക്ഷേ ഞങ്ങളുടെ യൂണിയൻ പൊട്ടി. മന്ത്രിസഭ പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയി. യൂണിയനോ? പിന്നെ സാറും ഞാൻ ഒരു യൂണിയൻ അല്ലായിരുന്നു, അവിവാഹിത യൂണിയൻ. സാറ് തന്നെ പ്രസിഡന്റ്, കമ്മിറ്റിയും എല്ലാം, ഞാൻ പ്യൂൺസ്. സാറിനെ ചതിച്ചു കളഞ്ഞില്ലയോ? പിന്നെ കുഞ്ഞായതുകൊണ്ട് ഞാൻ ഇതെല്ലാം സഹിച്ചു. ഇത് കാലുവാരലല്ലയോ? പിന്നെ ഈ ഡെക്കറേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം എന്റെ വകയാണ്. നന്നായിട്ടുണ്ട്. സാറിന്റെ കൂടെ കൂടുന്നതിന് മുമ്പ് ഒരു കല്യാണ മണ്ഡപ പാർട്ടിയുടെ ഡെക്കറേഷൻസിന്റെ കൂടെ ആയിരുന്നു ഞാൻ. സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞത്. നേരം കുറയായി. ഇപ്പോഴും വായനയാ. നേരം കുറയായി. കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല. അങ്ങേക്ക് ഉറക്കം വരുന്നില്ലേ? നാളെ ഒരു മേജർ ഓപ്പറേഷൻ ഉണ്ട്. അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. കുറെ കൂടി റെഫർ ചെയ്യണം. കല്യാണ ബഹളത്തിനിടയിൽ സമയം കിട്ടിയില്ല.